ഈ വാഹനത്തിന് അഡാസ് ഉണ്ട്. ലെവൽ 2 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പൊക്കം വരെ ഓപ്പൺ ആയാൽ മതി എന്നുണ്ടെങ്കിൽ ഞാനിതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഇല്ല, ഇവിടം വരെ വരത്തുള്ളൂ. അന്നേരം ഞാൻ കൈ കൊണ്ട് അങ്ങ് പൊക്കി ബൂട്ട് അടഞ്ഞു വരുന്നത്. ഇനി ഞാൻ കൈ എടുത്തപ്പോൾ അവിടെ സ്റ്റോപ്പായി. കണ്ടോ, ഇവിടെ ഒരു കീയുടെ പടവും കാണാൻ സാധിക്കും. ഏതെങ്കിലും രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവനെ ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്കൊരു റിക്വസ്റ്റ് സ്വിച്ച് മിസ്സിംഗ് ആണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് റിക്വസ്റ്റ് സ്വിച്ച് കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഇവിടെ റെനോ ഡസ്റ്റർ ആണ്. റെനോ എന്ന് പറയുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ഫെമിലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വാഹനമാണ് ഡസ്റ്റർ എന്ന് പറയുന്നത്. കാരണം ഡസ്റ്ററാണ് റെനോയെ കൊണ്ടുവന്നെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വാഹനം അത്രയും അധികം പോപ്പുലർ ആയിരുന്നു. അതായത് നമ്മുടെ റെനോ ഡസ്റ്റർ 2012 ആദ്യം ലോഞ്ച് ചെയ്യുന്നത്. 12 തൊട്ട് 2022 വരെ ഉണ്ടായിട്ട് അതിനുശേഷം ഡിസ്കണ്ടിന്യൂ ചെയ്ത് പിന്നീട് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇവൻ വന്നിരിക്കുകയാണ്. ഏതായാലും ഈ വാഹനം ഡ്രൈവ് ചെയ്തപ്പോൾ കിട്ടിയൊരു കംഫോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഈ വാഹനത്തിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് പിടിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡസ്റ്റർ എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഡസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ റെനോയുടെ ലോഗോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്കൊരു 360 ഡിഗ്രിയുടെ ഫ്രണ്ട് ക്യാമറ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ എയർ ഇൻസേർട്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് വന്ന ഒരു ബുൾബാർ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം എയർ ഓപ്പണിങ്സ് ആണ്. നമുക്ക് ഈ പോർഷൻസ് ഫുള്ള് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കാണാൻ തന്നെ നല്ല ഗുമ്മൻ ഫീലാണ്. ഇവിടെ നമുക്ക് ഇന്റർകൂളറും കാണാൻ സാധിക്കും, റേഡിയേറ്ററും കണ്ടൻസർ അസംബ്ലിയും നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാഹനം ഡീസൽ വേരിയന്റിൽ അവൈലബിൾ അല്ല. അതായത് പെട്രോൾ വേരിയൻസും മാത്രമാണ് വരുന്നത്. എഞ്ചിൻ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എഞ്ചിൻ തുറക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയാം. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻഡിക്കേറ്റർ വിത്ത് DRലാണ് കാണാൻ സാധിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ താഴെ ഒരു വൈഡ് ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് അല്ല, നമുക്കിവിടെ വരുന്നത് MFR ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അതായത് നമുക്കിവിടെ റിഫ്ലക്റ്റേഴ്സ് യൂസ് ചെയ്ത് LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് സൈഡിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ LED പ്യുർ വിഷൻ റെനോൾട്ട് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 ലൈൻസും കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തൊട്ട് താഴോട്ട് വരുമ്പോൾ എയർ സ്കൂപ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആക്റ്റീവ് എയർ സ്കൂപ്പാണ് വരുന്നത്. ഇതിൽ എയർ കട്ട് ചെയ്ത് ബാക്കിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എയറോ ഡൈനാമിക് ആകാൻ സാധിക്കുന്നുണ്ട്. താഴോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു പാർക്ക് സെൻസർ കാണാൻ സാധിക്കും. ഈ സൈഡ് തൊട്ട് പാർക്ക് സെൻസർ തുടങ്ങുന്നുണ്ട്. 1, 2, 3, 4, 5, 6 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. താഴെ നമുക്ക് LED ഫോഗ് ലാംപ്സ് കാണാൻ സാധിക്കും. ഏതായാലും വളരെ കൃത്യമായിട്ട് തന്നെ താഴത്തെ പോർഷനിൽ കൊടുക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് താഴോട്ടുള്ള ഈ ഒരു പോർഷനിലെ വിസിബിലിറ്റി വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു പോർഷനിൽ വന്നുകൊണ്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് അഡാസിൻ്റെ ക്യാമറ യൂണിറ്റ് കാണാം, ഡീഫോഗേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഡീഫോഗർ നമുക്ക് കാണാം, റെയിൻ സെൻസേഴ്സും നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഈ വാഹനത്തിന് അഡാസ് ഉണ്ട്. ലെവൽ 2 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17 അഡാസ് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ലെവൽ 2 ആണെന്ന് ഒരിടത്ത് അവരെ എടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ നമുക്ക് അഡാസിൻ്റെ റഡാർ കിട്ടുന്നില്ല. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. ഏതായാലും ഈ താഴത്തെ ഇത്ര ഏരിയ ഓപ്പൺ ആണ്. നല്ല രീതിക്കുള്ള എയർ ഇൻടേക്ക് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഓവറോൾ ഫ്രണ്ട് ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു DNA നോക്കുമ്പോൾ ഒരു പ്യുവർ SUVയുടെ DNA തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അതുപോലെ ബൾക്കായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഹുഡ് ഏരിയ നോക്കുമ്പോഴാണെങ്കിലും ഈ ഒരു സ്കൂപ്ഡ് ഡിസൈൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് ഒരു അടിപൊളി ഫീൽ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഇവിടം തൊട്ട്, അതായത് ഈ സെൻസർ തൊട്ട് നമുക്ക് ഇവിടെ നിന്ന് ക്ലാഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലാഡിങ് കുറച്ച് പുറത്തോട്ട് പ്രൊജക്റ്റഡ് ആണ്. ഈ ഒരു രീതിക്ക് ഇങ്ങനെ അങ്ങ് അറ്റം വരെ പോവുകയാണ്. ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ കിട്ടുന്നത് ഐക്കോണിക് ഡിസൈനാണ് വരുന്നത്. ഈ ഹിമാലയൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ലിമിറ്റഡ് ലോഞ്ച് എഡിഷൻ മാത്രമാണ്. അതായത് ലോഞ്ച് എഡിഷനാണ് ഈ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇനി ഐക്കോണിക് തന്നെ എടുക്കാൻ സാധിക്കും, പക്ഷേ ലോഞ്ച് എഡിഷൻ കിട്ടില്ല. ലോഞ്ച് എഡിഷൻ മൊത്തം ബുക്കായി പോയെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഇനി ആരെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, സൈഡ് പോർഷനിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു അലോയ് നമുക്ക് ലോഞ്ച് എഡിഷന് മാത്രമാണ് കിട്ടുന്നത്. ഫുൾ ബ്ലാക്ക് അലോയ് കിട്ടുന്നത്. ടയറിൻ്റെ സൈസ് വരുന്നത് 225 55 R18 ടയർ സൈസ് നമുക്കിവിടെ കിട്ടുന്നത്. ഫെൻഡർ കഴിഞ്ഞാൽ പിന്നെ
ഡോറിലാണ് നമുക്ക് ഈ ഒരു പ്ലേറ്റ് കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് റെനോയുടെ ലോഗോ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഐക്കോണിക് ബാഡ്ജും ഡസ്റ്റർ എന്നുള്ളൊരു ലെറ്ററിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ എലമെൻറ്റ് കാണാൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ചെറിയ സ്കൂപ്ഡ് ഡിസൈൻ പോലെ, അതായത് എയർ കട്ടിങ്ങിൻ്റെ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡോർ ഗാർഡ്സ് പോലെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷൻസ് ഫൈബറാണ്. ഇവിടെ താഴെയും ഫൈബറാണ്. അതുപോലെ തന്നെ 212 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ഓഫ് റോഡ് പോയാലും ഒരു രീതിക്കും ഇതിൻ്റെ അടി തട്ടുന്നതല്ല. സൈഡ് മിറേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ 360 ഡിഗ്രിയുടെ ക്യാമറ യൂണിറ്റ് കാണാൻ സാധിക്കും. സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല പോയിൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ സൈഡിലോട്ട് വരുമ്പോൾ ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു രീതിക്കുള്ള കീ സിലിണ്ടേഴ്സോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് റൂഫ് റെയിൽസ് കാണാം. 50 കിലോ വരെ സപ്പോർട്ട് ചെയ്യുന്ന റൂഫ് റെയിൽസ് ആണ്. ഡസ്റ്റർ എന്നുള്ളൊരു ബാഡ്ജിങ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ലോഞ്ച് എഡിഷനിൽ മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ. ബി പില്ലേഴ്സിൽ നമുക്ക് മാറ്റ് സ്റ്റിക്കേഴ്സ് ആണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ബാക്കിലത്തെ ഡോറിലോട്ട് പോകുമ്പോൾ ബാക്കിലത്തെ ഡോർ ഹാൻഡിൽ സി പില്ലറിലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ സൈഡിലോട്ടൊന്നുമില്ല, ഇത് നേരെ മേളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം പുറമേ നിന്ന് ഈ ഡിസൈൻ കാണുമ്പോൾ ഇത്രയും ഭാഗം ഫ്രീ ആയിട്ട് തന്നെ അല്ലെങ്കിൽ വേക്കൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇവിടെ ഈ ഒരു ബൾജി ഡിസൈൻ കൊണ്ടുവന്ന് നേരെ നമ്മുടെ ഈ ഒരു പോർഷൻ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് വരുന്ന സമയത്ത് ബാക്കിൽ നമുക്ക് ബ്രേക്ക് ഡിസ്ക് കിട്ടുന്നില്ല, ഡ്രം തന്നെയാണ് വരുന്നത്. അത് ബ്രേക്ക് ഡിസ്കും കൂടെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു സജഷനുണ്ട്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഏതായാലും ഇവിടെ നമുക്ക് ഐക്കോണിക് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പെട്രോൾ ലിഡിൻ്റെ പോർഷനിലെ 2 ലൈൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഫ്യൂൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പ്രസ് ചെയ്യാനാണ്. ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ല, അൺലോക്ക്ഡ് ആണെങ്കിൽ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്കിലോട്ട് പോകാം. ആ പോകുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടെയൊക്കെ ഈ സ്റ്റിക്കർ വർക്ക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം സ്റ്റിക്കർ വർക്കാണ്. ആ ഒരു ഡിസൈൻ എലമെൻറ്റ് കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെഡ്ലൈറ്റിൽ കണ്ട ഒരു സെയിം ഡിസൈൻ എലമെൻ്റ് ആണ് വേണ്ട ഇവിടെയും വരുന്നത്. റെനോ എന്നുള്ള എഴുത്തും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി ബാക്കിലത്തെ പോർഷൻ നോക്കാനാണെന്നുണ്ടെങ്കിലോ അതെ ഈ ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, ഇതെല്ലാം വരുന്നത് LED തന്നെയാണ്. ഫുൾ LED ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. കാണാൻ നല്ലൊരു ഗുമ്മൻ ഫീലാണ് കിട്ടുന്നത്. അതായത് ഇപ്പോഴത്തെ എല്ലാം ഈ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതിലും വരുന്നത്. റെനോയുടെ ന്യൂ ലോഗോ, അതായത് പുതിയ ലോഗോ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. കണക്റ്റഡ് ആണെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് ഈ ലോഗോയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഡസ്റ്റർ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതിൻ്റെ ചുറ്റും നമുക്ക് യെല്ലോ ലെറ്ററിങ് നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ബാക്കിലും നമുക്ക് 1, 2, 3, 4, 5, 6 പാർക്കിംഗ് സെൻസേഴ്സ് ബാക്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ടെർബോ 160 എന്ന് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ലൈറ്റ് നമുക്കിവിടെ ഉണ്ട്. ഇനിയാണ് ഒരു രസം നമുക്ക് കാണാൻ പോകുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് തുറക്കുന്നതായിരിക്കും, അതായത് ഇലക്ട്രിക്കലായിട്ട് തുറക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഓപ്പൺ സ്വിച്ച് മേളിലുണ്ട്, ഫ്രണ്ടിലൊരു സ്വിച്ച് വരുന്നുണ്ട്, കീയിലും ഒരു സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ സ്റ്റോപ്പ് ആകും. ഈ ഒരു പൊക്കം വരെ ഓപ്പൺ ആയാൽ മതി എന്നുണ്ടെങ്കിൽ ഞാനിതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഇപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേട്ടു. ഇനി ഞാനൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ക്ലോസ് ആകുക. ഇപ്പം നിങ്ങൾക്കറിയാം അത് വന്ന് നിന്നൊരു പൊസിഷൻ എത്രയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. ലോക്കായി. ഒന്നുകൂടെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണേ. ഈ ഒരു പൊസിഷനിൽ അത് സ്റ്റോപ്പായി. ഇനി എനിക്ക് ഇത്രയും കൂടെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത്രയും ഇനി ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും എവിടം വരെ ഓപ്പൺ ആവും നമുക്ക് നോക്കിയാലോ. ഇത് ക്ലോസ് ആകുകയാണ്. ക്ലോസായി. ഞാനിപ്പോൾ ഏറ്റവും ടോപ്പ് വരെ കൊണ്ടുപോയായിരുന്നു. പക്ഷേ ഇനി തുറക്കുമ്പോൾ അവിടം വരെ കിട്ടുമോ നമുക്ക് നോക്കണ്ടേ. ഇല്ല, ഇവിടം വരെ വരത്തുള്ളൂ. അന്നേരം ഞാൻ കൈ കൊണ്ട് അങ്ങ് പൊക്കി പ്രസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ആ ബീപ്പ് സൗണ്ട് നിങ്ങൾ കേട്ടു. ഇനി ഞാൻ ഒന്നുകൂടെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ക്ലോസായി. ഇനി ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ്. സംഗതി എങ്ങനെയുണ്ട്? ഇപ്പം ഫുൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു പാർസൽ ട്രേ കിട്ടുന്നുണ്ട്. ഈ പാർസൽ ട്രേയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിത് ഹുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ പൊങ്ങുന്നതായിരിക്കും. അപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു
ബൂട്ട് ഏരിയ കിട്ടുന്നുണ്ട്. 518 ലിറ്ററാണ് നമുക്കിവിടെ ബൂട്ട് സ്പേസ് കിട്ടുന്നത്. അതുപോലെ തന്നെ 700 ലിറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ബ്രൗഷറിൽ കണ്ടിട്ടുണ്ട്. 700 ലിറ്റർ എന്ന് പറഞ്ഞാൽ പാർസൽ ട്രേ ഇല്ലാതെ ഈ ടോപ്പ് വരെയുള്ള ഹൈറ്റിലാണെങ്കിൽ 700 ലിറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെയും ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. ബാക്കിൽ 2 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ സിംഗിൾ സീറ്റ് മടക്കാം. പിന്നെ ബാക്കിൽ ഒരാളെ ഉള്ളെങ്കിൽ ഡബിൾ സീറ്റ് മടക്കിയിട്ട് കഴിഞ്ഞാൽ ഫുൾ ഓഫ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്പെയർ വീല് കിട്ടുന്നില്ല. പകരം നമുക്കൊരു പഞ്ചർ കിറ്റും കിട്ടുന്നുണ്ട്, ഒരു ടയർ ഇൻഫ്ലേറ്ററും കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പെയർ വീല് വേണമെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്പെയർ വീല് ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് മേടിച്ച് വയ്ക്കാൻ സാധിക്കും. പക്ഷേ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ നമുക്ക് ലൈറ്റും കാണാൻ സാധിക്കും, ലൈറ്റ് കാണാം. അതുപോലെ തന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കുറേ ഹുക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഹുക്കുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്സസറീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ട അതേ സെയിം ഐറ്റം ഇവിടെയാണ് നമ്മുടെ ജാക്ക് വരുന്നത്. ഇതൊരു മൊഡ്യൂളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഹുഡ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മൊഡ്യൂളാകാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ വൈപ്പർ ബ്ലേഡ് കാണാൻ സാധിക്കും. റിയർ ഡീഫോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹൈ മൗണ്ട് സ്ലോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വാഷർ ഫ്ലൂയിഡിൻ്റെ വാഷർ വരുന്ന നോസിൽ ഇവിടെ കാണാം. ഷാർക്ക് ഫിൻ ആൻറ്റിനെയും കാണാൻ സാധിക്കും. ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല കിടുവാണ്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഏതായാലും അകത്തെ വിശേഷങ്ങളാണ് മെയിൻ. ആദ്യം തന്നെ നമുക്ക് ഈ ഡോർ പാഡ് ഒന്ന് നോക്കാം. ഡോർ പാഡ് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഒരു പോർഷൻ ഫുള്ള് കാർബൺ ഫൈബർ മെറ്റീരിയൽ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിക്കാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നമുക്കൊരു ലെതർ ഇൻസേർട്ട് കാണാം. അവിടെ ഒരു യെല്ലോ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റഡ് യെല്ലോ സ്റ്റിച്ചിങ്ങിലാണ് നമുക്കിതിൻ്റെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നത്. അതും കാണാൻ നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഡോർ ഓപ്പണിങ്ങിൻ്റെ ലിവർ കാണാൻ സാധിക്കും. ഒരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പോർഷൻസ് നമുക്ക് ശരിക്കും നല്ല രീതിക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇത് നമ്മുടെ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. റൈറ്റ് ലെഫ്റ്റ് മിറർ ഏത് വേണം, മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാ സ്വിച്ചുകളും 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും ആണ് കിട്ടുന്നത്. ഡ്രൈവറും കോ ഡ്രൈവറും ബാക്കിൽ രണ്ടും എല്ലാം അങ്ങനെയാണ് കിട്ടുന്നത്. ഗ്ലാസുകൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്ക് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെ വരുമ്പോൾ നമുക്ക് സ്പീക്കർ യൂണിറ്റ് കാണാൻ സാധിക്കും. ഇവിടെ ചെറിയ എന്തെങ്കിലുമൊക്കെ കപ്പ് വയ്ക്കാൻ സാധിക്കും. ബോട്ടിലൊക്കെ വെക്കണമെങ്കിൽ ഈ പോർഷനിലോട്ട് ചെരിച്ചേ വെക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ ഒരു ഏരിയ കുറച്ച് കുറവാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓവറോൾ എനിക്ക് കണ്ടിട്ട് ആ ഒരു കാര്യം മാത്രം ഒരു കുറ്റമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം ഒരു 1 ലിറ്റർ ബോട്ടിൽ ഇവിടെ കംഫർട്ടബിളായിട്ട് വെക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇനി വാഹനത്തിനകത്തോട്ട് കയറിയിരിക്കുന്ന സമയത്ത് ആദ്യത്തെ കാര്യം 6 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ സീറ്റ് വെന്റിലേഷൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഇനി വാഹനത്തിനകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും കാണാൻ സാധിക്കുന്ന ഈ ഒരു AC വെൻ്റാണ്. ലോക്ക് ചെയ്യണമെങ്കിൽ ഈ സൈഡിലോട്ട് ലോക്ക് ചെയ്യാം. ഇത് ഓപ്പൺ പൊസിഷൻ. തൊട്ട് താഴോട്ട് വരുമ്പോൾ പേഴ്സോ അഥവാ നമുക്ക് പേഴ്സണലായിട്ടുള്ള സെറ്റിങ്സ്, അഡാസിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഓൺ ചെയ്യണം, ഏതൊക്കെ ഓഫ് ചെയ്യണം, ഇതെല്ലാം നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ സെറ്റ് ചെയ്തിട്ടതിന് ശേഷം 1 ടച്ചിൽ ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. ഞാനതൊന്ന് പ്രസ് ചെയ്യാണ്. പ്രസ് അഗെയിൻ ഫോർ മൈ പേഴ്സോ സെറ്റിംഗ്. ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്തു. മൈ പേഴ്സോ സെറ്റിംഗ് സെലക്റ്റഡ്. ഇപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഫ്രീ സ്വിച്ച് കിടപ്പുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഡീആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആക്ടിവേറ്റഡ്, ഡീആക്ടിവേറ്റഡ്. ഓക്കെ, ഇനി തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് ഇതൊരു ഫ്രീ സ്വിച്ചാണ്, ഇതൊരു ഫ്രീ സ്വിച്ചാണ്. ഇത് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ്. ഇത് പ്രസ് ചെയ്താൽ ബൂട്ട് ഓപ്പൺ ആകുന്നതായിരിക്കും. യെസ്, ദേ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും അവനവിടെ ഓപ്പൺ ആകുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാനും സാധിക്കും. ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കണം. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും അത് ക്ലോസ് ആകുന്നത്. ഇനി ഞാൻ ഇതിൽ നിന്ന് കൈ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ആകില്ല, അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആകുകയാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി പോകണം. നോക്കിക്കോണം. പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ബാക്കിലത്തെ ആ ബൂട്ട് അടഞ്ഞു വരുന്നത്. ഇനി ഞാൻ കൈ എടുത്തപ്പോൾ അവിടെ സ്റ്റോപ്പായി. കണ്ടോ? സ്റ്റോപ്പായില്ലേ? കാണാൻ സ്റ്റോപ്പായി. ഇനി ഞാൻ ഒന്നുകൂടെ അത് പ്രസ് ചെയ്ത് പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ബാക്കി ക്ലോസ് ആകുന്നുണ്ട്.
അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ വാഹനത്തിനകത്തോട്ടിരുന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ ഇവിടെ നിന്ന് കൈ എടുത്താൽ ഉടനെ അത് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. അതൊരു സേഫ്റ്റിയുടെ ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ആൻറ്റി പിഞ്ചും കിട്ടുന്നുണ്ട്. എന്തെങ്കിലും രീതിക്ക് ഏതെങ്കിലും സാധനം പുറത്തോട്ട് തള്ളി നിൽക്കുകയാണെങ്കിൽ ഇത് വന്ന് തട്ടുമ്പോഴത്തേക്കും അവിടെ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ അവൻ അവിടെ സ്റ്റോപ്പായി ഓപ്പൺ ആകും. അതാണ് ഇതിൻ്റെ ഫീച്ചർ. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീല്. ഡബിൾ ഡി കട്ടിങ് സ്റ്റിയറിംഗ് വീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. മേളിലൊരു ഫ്ലാറ്റ്, താഴെയും ഫ്ലാറ്റാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 3 സ്ട്രോക്ക് സ്റ്റിയറിംഗ് വീല് തന്നെ നമുക്കിവിടെ കിട്ടുന്നത്. റൈറ്റ് സൈഡിലെ കൺട്രോൾസ് ഫുള്ള് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൻ്റെ, ലെഫ്റ്റ് സൈഡിലെ കൺട്രോൾസും ക്ലസ്റ്റർ മീറ്ററിൻ്റെ തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം കൂടുതൽ ഇതിപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വോയിസ് അസിസ്റ്റ്, ഓപ്പൺ സൺറൂഫ്. യെസ് ദാറ്റ്. അപ്പം അവർക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞുതരാം. ഷിഫ്റ്റ് ദ ക്ലൈമറ്റ് ടു 21 ഡിഗ്രി. ഓക്കെ ഓക്കെ. അപ്പോൾ ഓഫ്ലൈനിലാണെന്നുണ്ടെങ്കിൽ ഈ കൺട്രോൾസ് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, പക്ഷേ നാവിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഇത്രയും കൺട്രോൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അഡാസിൻ്റെ സ്വിച്ചുകളൊന്നും തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടില്ല. ഇനി തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ കോമ്പിനേഷൻ സ്വിച്ച്. ഹെഡ് ലൈറ്റിൻ്റെ ഓട്ടോ ഫീച്ചർ ഇതാണ്. അപ്പോൾ ഓട്ടോ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഓട്ടോ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓട്ടോ, ഇത് ഹെഡ് ലൈറ്റ് ഓൺ, പാർക്ക് ഓഫ് പൊസിഷൻ. അതുപോലെ തന്നെ ഇതാണ് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു സോഴ്സ് എന്ന് പറഞ്ഞൊരു സ്വിച്ച്, ഒരു സ്വിച്ച് യൂണിറ്റ് കാണാൻ സാധിക്കും. ഇവിടെ താഴെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ്, ഇതെല്ലാം നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയാണ്. മോഡ്, വോളിയം അപ്പ്, വോളിയം ഡൗൺ, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ട് ബട്ടണാണ് വരുന്നത്. അതുപോലെ തന്നെ സോഴ്സ്, ഇവിടെ ബാക്കിൽ നമുക്കൊരു റോട്ടറി സ്വിച്ച് കാണാൻ സാധിക്കും. അത് ഓരോ ചാനൽ മാറ്റാൻ വേണ്ടിയിട്ടായിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമുക്ക് തിരിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓട്ടോ വൈപ്പർ വരുന്നുണ്ട്. ഇത് റിയർ വൈപ്പറിൻ്റെയാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഓട്ടോ മോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ഓട്ടോ എന്ന് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വൈപ്പർ ഓൺ. ഈ വൈപ്പറിൻ്റെ ഒരു കാര്യം കൂടെ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇവിടെ കൊടുത്തിരിക്കുന്ന വൈപ്പർ എന്ന് പറയുന്നത് ഒരു ഫ്രെയിംലെസ് വൈപ്പറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും പല വാഹനങ്ങളിലും നമുക്കിതുപോലൊരു ഫ്രെയിംലെസ് വൈപ്പർ കിട്ടാറില്ല. അത് വെച്ച് നോക്കുമ്പോൾ സംഗതി ഗുമ്മനാണ്. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. താഴെയായിട്ട് നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ലിവറും കാണാൻ സാധിക്കും. ക്ലസ്റ്റർ മീറ്റർ വരുന്നത് 10.25 ഇഞ്ചിൻ്റെ ക്ലസ്റ്റർ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എല്ലാം ഇൻഫർമേഷൻസും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പേജുകളും അല്ലെങ്കിൽ ഓരോ രീതിക്കുള്ള ഡിസൈൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ടയർ പ്രഷർ മോണിറ്റർ ഡ്രൈവ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഒന്നുകൂടെ പ്രസ് ചെയ്തു. ഇക്കോ മോണിറ്റർ വരുന്നുണ്ട്. മ്യൂസിക്കിൻ്റെ സെറ്റിങ്സ്, കാരണം നമ്മൾ മ്യൂസിക് ഏതെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് കാണിക്കുന്നതായിരിക്കും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജും പോയി. ഒന്നുകൂടെ ഞാനിവിടെ പ്രസ് ചെയ്തു. നമുക്കടുത്ത് നമ്മുടെ RPM മീറ്റർ കാണിക്കുന്നുണ്ട്. ഒന്നുകൂടെ മാറ്റിക്കഴിഞ്ഞാൽ ഫ്യൂവൽ കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാം. ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, ടയർ പ്രഷർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഏതായാലും വളരെ മിനിമലായിട്ടാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പം നമുക്ക് മാപ്പ് കാണാൻ സാധിക്കും. മാപ്പിൻ്റെ ഇത് വേണമെങ്കിൽ ഫുള്ളാക്കണമെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. അതൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡ് കാര്യങ്ങളൊക്കെ ഡോർ ഓപ്പൺ ആണെങ്കിൽ അത് കാണിക്കും. പാർക്കിംഗ് ബ്രേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് കിട്ടിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് മാനുവൽ പാർക്ക് ബ്രേക്കാണ് കിട്ടുന്നത്. ഇവിടുന്ന് തൊട്ട് സൈഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ സാധിക്കും. 10.1 ഇഞ്ചാണ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പവർ ബട്ടണും വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഗുണം ചെയ്യുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിക്ക് ഇവൻ ഹാങ് ആകുകയാണെങ്കിൽ, അതായത് ഇപ്പം ഇതൊരു ഗൂഗിൾ ബേസ്ഡ് സിസ്റ്റം തന്നെയാണ്. ഏതെങ്കിലും രീതിക്ക് ഇത് ഹാങ് ആവുമല്ലൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ പവർ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണെന്ന് പറയാൻ സാധിക്കും. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹോം പേജാണ്. മാപ്പ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ AC കൺട്രോൾസ് ആണ് ഇവിടെ തൊട്ട് താഴെ വരുന്നത്. സിങ്കർണൈസ് ചെയ്യാൻ വേണ്ടിയുള്ളതും AC ഓൺ ഓഫും ഒക്കെ. അപ്പം ഞാൻ ഏതായാലും ഒരു ഓട്ടോ മോഡ് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഓട്ടോ മോഡ് സെറ്റ് ചെയ്തു. അപ്പോൾ ഫാനിൻ്റെ സ്പീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഹോം പേജ്, മ്യൂസിക്കിൻ്റെ പേജ്, കോള്,
സെറ്റിങ്സ്. അപ്പോൾ ഈ സെറ്റിങ്സിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ കിട്ടുന്നുണ്ട്, ആപ്പിൾ കാർപ്ലേ കിട്ടുന്നുണ്ട്, ഡിവൈസ് മാനേജ്മെൻറ്റ്, പ്ലേ സ്റ്റോർ കിട്ടുന്നുണ്ട്. അതായത് പ്ലേ സ്റ്റോറിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ആമസോൺ പ്രൈം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഇനി ഗൂഗിൾ അസിസ്റ്റ്, ഗൂഗിൾ മാപ്പ്, സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി വെഹിക്കിൾ സെറ്റിങ്സ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ സെറ്റിങ്സും, അതായത് ഡ്രൈവിങ്ങിൻ്റെ സെറ്റിങ്സ്, 360 ഡിഗ്രി ക്യാമറയുടെ സെറ്റിങ്സ്, നമുക്ക് ക്യാമറയൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇത്ര ഒരു പോർഷൻ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന നമ്മുടെ ഡ്രൈവർ സൈഡിലെ ഡോർ ഓപ്പൺ ആയിരിക്കുന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഓരോ പൊസിഷൻ്റെയും വ്യൂസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി 360 ഡിഗ്രി നമുക്കത് ഇങ്ങനെ നോക്കണമെങ്കിൽ ക്യാമറ ഒരു ഓക്കെ ക്ലാരിറ്റി തന്നെയാണ് കിട്ടുന്നത്. അത്ര മോശമൊന്നും പറയാനില്ല, ഭയങ്കര ഒരു ഗുമ്മനൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ഓക്കെ ക്ലാരിറ്റി തന്നെ നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഇനി എയർ ക്വാളിറ്റി, അതായത് എയർ ഫിൽറ്റർ വരുന്നുണ്ട്. 2.5ൻ്റെ AC ഫിൽറ്ററാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല കണ്ടീഷനാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൈ ഡ്രൈവിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് രീതികളും കാര്യങ്ങളൊക്കെ, ഞാനിപ്പം എടുത്ത സമയത്ത് ഇത് 1 km/ലിറ്റർ ആയിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പം ഞാൻ അത്യാവശ്യം ഒന്ന് കാല് കൊടുത്തൊക്കെ ഓടിച്ചുകൊണ്ടാണ് 5.8 കാണിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇനിയും നമ്മൾ മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണങ്ങൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കോക്പിറ്റ് ഡിസൈൻ, ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കോക്പിറ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ സെറ്റിങ്സും നമുക്ക് ഈ പറയുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി തൊട്ട് താഴോട്ട് വരുമ്പോൾ 2 AC വെൻറ്റ് കിട്ടുന്നുണ്ട്. ഈ AC-യുടെ കൺട്രോൾസിൻ്റെ ഫിസിക്കൽ സ്വിച്ചസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം. അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് ഫുള്ള് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ഇവിടെ ആകെപ്പാടെ ടച്ചായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിങ്ക്രണൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ AC ഓൺ ഓഫ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബാക്കിയൊക്കെ നമുക്ക് വേണ്ട ഇവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡ്രൈവർ സൈഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ, അതായത് ഇതിനകത്തൊരു ഡ്യുവൽ സോൺ AC ആണ് വരുന്നത്. ഡ്രൈവർ സൈഡിലെ നമ്മുടെ കൺട്രോൾ ഇപ്പോൾ 25ഉം കോ ഡ്രൈവർ സൈഡിലെ ഫുള്ള് ലോ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി രണ്ടും ഒരുപോലെ ആക്കണമെങ്കിൽ സിങ്ക്രണൈസ് കൊടുത്താൽ രണ്ടും ഡ്രൈവർ സൈഡിൻ്റെ സെയിം രീതിക്ക് തന്നെ ആയിരിക്കും അവിടെ സെറ്റാകുന്നത്. ഇനിയിപ്പം ഞാൻ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരുപോലെയാണ് ടെമ്പറേച്ചർ മാറുന്നത്. സിങ്ക്രണൈസ് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ടെമ്പറേച്ചർ മാത്രമേ എനിക്ക് മാറ്റാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇതിനകത്ത് ഇനിയും ഒരുപാട്, ഇനിയിപ്പോൾ നമുക്ക് അഡാസിൻ്റെ ഫീച്ചേഴ്സ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡ്രൈവിംഗ് അസിസ്റ്റ് കൊടുക്കുക. ഡ്രൈവിംഗ് അസിസ്റ്റിനകത്ത് ഓൾ ഓൺ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പേഴ്സോ കൊടുക്കാം. പേഴ്സോയ്ക്കകത്ത് എന്തൊക്കെയാണ് എനിക്ക് സെറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ്, ഡ്രൈവിംഗ് മോണിറ്ററിംഗ്, ഇങ്ങനത്തെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എനിക്ക് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി സാധിക്കും. അതായത് എനിക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഓഫ് ചെയ്യാനും പറ്റും, ആവശ്യമുള്ളത് മാത്രം ഓൺ ചെയ്യാം. ഇത് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കത് എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഈ സ്റ്റിച്ചിങ് നമുക്ക് കാണാൻ നല്ല രസമുണ്ട്. ഈ സ്റ്റിച്ചിങ് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ അവിടെ ഡസ്റ്റർ എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് AC-യുടെ ക്ലൈമറ്റ് കൺട്രോൾസ് എല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മുടെ ഡ്രൈവർ സൈഡിലെ കൺട്രോൾസ്, അതായത് ഡ്രൈവർ സൈഡിലെ ടെമ്പറേച്ചർ ഏത് വേണമെന്നുള്ള ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കും. ലെഫ്റ്റ് സൈഡിൽ അതായത് ഏത് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫാൻ്റെ സ്പീഡ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത് കോമൺ ആണ് വരുന്നത്. മാക്സ് കൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് മാക്സ് ഡീഫോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നുണ്ട്. ഇതും ഡീഫോഗറാണ്. ഓട്ടോ ഓൺ ഓഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഓട്ടോ ആണ്. ഓട്ടോ തന്നെ 3 മോഡ് വരുന്നുണ്ട്. ഫാസ്റ്റ്, ഓട്ടോ, സോഫ്റ്റ്, ഏത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഫാൻ്റെ സ്പീഡ് പിന്നെയും കുറച്ചു. ഇൻറ്റേർണൽ സർക്കുലേഷൻ, മാക്സ് AC എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ടുള്ള കൂളിംഗ് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഏത് പൊസിഷനിൽ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വാഹനത്തിൻ്റെ ലോക്ക് സ്വിച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ക്ലീൻ എയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹസാർഡ് സ്വിച്ച് കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയൊരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാൻ സാധിക്കും. ഒരു ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണോ വല്ലതൊക്കെ വെക്കണമെങ്കിൽ വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് താഴെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജർ സോക്കറ്റ് കാണാൻ സാധിക്കും. ഇവിടെ 2 C ടൈപ്പ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമുക്ക് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ചെയ്തിടാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു മാനുവൽ ട്രാൻസ്മിഷനിലാണ്, ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഇത് ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവ് റിവ്യൂ കൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു കുഞ്ഞൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. കീ വെക്കാനാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കീ വെക്കാൻ സാധിക്കും. പക്ഷേ സ്ട്രെയിറ്റ് കീ ഇരിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ വെക്കാൻ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ലോക്കായിട്ട് ഇരിക്കാൻ വേണ്ടായിരിക്കും ഇങ്ങനെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കീയുടെ പടവും കാണാൻ സാധിക്കും. ഏതെങ്കിലും രീതിക്ക് ഈ കീ പ്രശ്നം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ആംറസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആംറസ്റ്റിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റും കാണാൻ സാധിക്കും. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെസല്ലസ് റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. സംഗതി അടിപൊളിയാണ്. ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്നൊരു മോഡലാണ്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റും കൂടെ കിട്ടുന്നുണ്ട്. അതായത് സൺവൈസർ താത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മിററും കിട്ടുന്നുണ്ട്. നമുക്ക് അവിടെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ആകുമ്പോൾ മാത്രം ഈ ലൈറ്റ് കത്തത്തുള്ളൂ. അതും സംഗതി കിടുവാണ്. ലൈറ്റൊക്കെ മാറിയിട്ട് നമുക്ക് LED ആക്കുന്നത് കിടുവായിരിക്കും എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റിങ്സ് കുറച്ചുകൂടെ സെറ്റപ്പാണ്. അതായത് നമുക്ക് ഈ ഒരു പോർഷനിൽ ടച്ച് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന
ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതും കാണാൻ നല്ല രസമാണ്. ഇനി പാസഞ്ചർ എയർ ബാഗ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ 2 ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യം ഈ പറയുന്ന ഒരു ക്ലോസിങ് ഷട്ടർ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കത് മാത്രമായിട്ട് ഓപ്പൺ ചെയ്യാം. ഗ്ലാസസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് മാത്രം ഞാൻ ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഗ്ലാസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അടുത്ത സ്വിച്ചാണ്. രണ്ടും 2 സ്വിച്ചസിലാണ് അതിൻ്റെ ഒരു വർക്കിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് ബാക്കിലോട്ടാക്കി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് കിട്ടുന്നത്. അതും കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ കർട്ടൻ മാത്രം ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം എവിടം വരെ അവൻ ക്ലോസ് ആകുമെന്നുള്ളത്. ഇവിടം വരെ ക്ലോസ് ആകത്തുള്ളൂ. ഇനി കർട്ടൻ ക്ലോസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കാര്യമില്ല, ക്ലോസ് ആകത്തില്ല. ഇനി നമുക്ക് ഗ്ലാസ് ഫുള്ളൊന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഗ്ലാസ് ക്ലോസ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് കർട്ടൻ്റെ ബാക്കിയും കൂടെ ഇപ്പം ക്ലോസ് ചെയ്യാൻ സാധിക്കും. സംഗതി കിടുവാണ്. ഇനി നമുക്ക് കോ ഡ്രൈവർ സൈഡിൽ ഇരുന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, കോ ഡ്രൈവർ സൈഡിലോട്ട് കയറുന്ന സമയത്ത് ആദ്യം കാണാൻ സാധിക്കുന്ന ഇവിടെയും 6 വേ അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ഇലക്ട്രിക്കലായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷനും ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടുന്ന് ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. കാരണം ഡ്രൈവർ സൈഡിൽ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടി ഞാനിവിടെ പറഞ്ഞുതരാം. ഏതായാലും ഇവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന കാര്യമാണ് നമ്മുടെ ഗ്ലോ ബോക്സ്. ചെറുതായിട്ട് ഇവിടെ ഒന്ന് തട്ടി, പക്ഷേ വലിയ കുഴപ്പമില്ല, ഒരു ഓക്കെ ഫീൽ എന്ന് തന്നെ പറയാം. ഇവിടെ ഒരു ക്ലോത്തിൻ്റെ മെറ്റീരിയൽ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഹോൾഡിങ് പോലെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷനിലാണ്. അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ടാണ് ഇതിങ്ങനെ പോകുന്നത്. ഒരു ചെറിയൊരു സ്ട്രട്ടിൻ്റെ ഒരു ഫീലും കിട്ടുന്നുണ്ട്. പക്ഷേ വലിയൊരു ഗ്ലോ ബോക്സ് അല്ല, ഒരു കുഞ്ഞനൊരു ഗ്ലോ ബോക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും പോർഷൻ ഇവിടം കൊണ്ട് എന്തോ കാര്യം കൊണ്ട് അത് തീർന്നു. അതായത് ഫ്യൂസിൻ്റെ കേസോ കാര്യങ്ങളോ സംതിങ് കണ്ടാണ് ഇവിടെ വരുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ നമ്മുടെ ഫ്യൂസാണ് ആ ഒരു പോർഷനിൽ വരുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഫ്യൂസ് വരുന്നുള്ളതുകൊണ്ട് അത്രയും പോർഷൻ പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിൽ നമുക്ക് 1 ടച്ച് ഡൗൺ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടച്ച് അപ്പും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി കോ ഡ്രൈവർ സൈഡിൽ നോക്കുമ്പോഴും ഇതുപോലെ തന്നെ ലൈറ്റും ഉണ്ട്. സംഗതി അടിപൊളിയാണ്. ഏതായാലും ഇവിടുത്തെ ഈ പോർഷനൊന്നും നമുക്കൊന്നും വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വലിയൊരു സത്യമുണ്ട്. കാരണം ഒന്നും തന്നെ നമുക്കിവിടെ വെക്കാനോ ഉള്ളൊരു പോർഷൻസ് ഇവിടെ കൊടുത്തിട്ടില്ല. അതെല്ലാം ഈ ഒരു സൈഡിലോ അല്ലെങ്കിൽ ഇവിടെ താഴെയോ വെക്കേണ്ടി വരും. ഈ ഒരു പോർഷനിൽ ഒന്നും തന്നെ ഏരിയ ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലത് ഇങ്ങനെ, അതായത് ഡ്രൈവർ സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിരിക്കുന്ന പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ലംബർ സപ്പോർട്ട്. അതായത് ഈ കാണുന്ന പോർഷനിൽ നമുക്ക് കിട്ടുന്നൊരു സപ്പോർട്ടാണ്. നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും അവിടെ കയറി വരുന്നത് കാണാം. ഓക്കെ, യെസ്, അപ്പോൾ അത് ഡ്രൈവർ സൈഡിൽ മാത്രമല്ല ഈ കാണുന്ന കോ ഡ്രൈവർ സൈഡിൽ നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും എനിക്ക് ആവശ്യാനുസരണം ഈ ഒരു ലംബർ സപ്പോർട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ബാക്കിലത്തെ പോർഷനിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ബാക്കിലത്തെ സീറ്റ് ഒന്ന് നോക്കിയാലോ. വാ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിലത്തെ സീറ്റിലോട്ട് ഇരിക്കുന്ന സമയത്ത് ഇതിൽ എത്രത്തോളം ഇടയുണ്ടെന്നുള്ളത്, ഈ ഒരു സീറ്റ് ഞാൻ എൻ്റെ മാക്സിമം ആണ് ബാക്കിലോട്ട് ആക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം ഈ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിൽ എത്രത്തോളം നിങ്ങൾക്ക് കംഫർട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത്. ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടാണ് ഈ ഭാഗത്ത് എൻ്റെ കാല് ചെറുതായിട്ട് മുട്ടുന്നുണ്ട്. കാരണം ഇത് ഏറ്റവും ബാക്ക് പൊസിഷനിലാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ 2 സീറ്റ് കാണുമ്പോൾ മനസ്സിലായി ഇത് ഞാൻ നല്ല കംഫർട്ടബിളായിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനാണ്. ഇത് ഞാൻ ഏറ്റവും ബാക്കിലോട്ട് ഈ സീറ്റ് ഇട്ടിരിക്കുന്ന പൊസിഷനാണ്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ഈ ഗ്യാപ്പ് കിട്ടുന്നതെന്നുള്ളത്. ഇപ്പോൾ ഏതായാലും കാല് വെച്ച് കുഴപ്പമില്ലാതെ തന്നെ എനിക്ക് ഇരിക്കാം. തൈ സപ്പോർട്ട് ഇച്ചിരി മോശമാണെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാൻ സാധിക്കും. അതേ ഉള്ളൊരു കുഴപ്പം. ഇനി സെൻറ്ററിലോട്ട് ഇരിക്കുകയാണെങ്കിൽ ബാക്ക് ഹാർഡാണ്, ആംറസ്റ്റ് കിട്ടുന്നുണ്ട്. യെസ്, ആംറസ്റ്റ് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോണോ വല്ലതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വാഹനം സ്റ്റാർട്ടാണ്, അതുകൊണ്ട് AC ഓൺ ആണ്. ഇപ്പം നമുക്കിവിടെ AC ക്ക് നല്ല കൂളിംഗ് കിട്ടുന്നുണ്ട്. അത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം, ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാനും സാധിക്കും. തൊട്ട് താഴെ 2 C ടൈപ്പ് പോർട്ടുകളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ ആ ബാക്കിൽ കാണിച്ച പോലെ ഒരു ആക്സസറി നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ആക്സസറീസ് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ ആക്സസറീസ് ആണുള്ളത്. അതായത് മൊബൈൽ ഫോൺ ഹോൾഡേഴ്സ്, ബാക്കിൽ ടാബ്ലറ്റ് ഹോൾഡേഴ്സ്, കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിലൊരു കുഞ്ഞൻ പോക്കറ്റ് ഏരിയ കിട്ടുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ ഒരു ചെറിയ പോക്കറ്റ് ഏരിയ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതും നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സീറ്റ് 60, ഇതൊരു 40, 60-40 സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ബാക്കിൽ നമുക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ടച്ച് ഫീച്ചർ വരുന്ന ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ ഓപ്പൺ, ആദ്യത്തെ ഡോർ നടക്കാവോ, നമുക്കിവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആകും, ടച്ച് ചെയ്താൽ ഓഫ് ആകുന്ന ലൈറ്റ്സ് ആണ് ഇവിടെയും കിട്ടുന്നത്. ഇനി നമുക്ക് എൻജിൻ റൂം കൂടെ ഒന്ന് കണ്ടാലോ.
കോ ഡ്രൈവർ സൈഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എയർ ബാഗ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാൻ സാധിക്കും. ഇതിന് കീയോ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് പ്രസ് ചെയ്ത് തിരിച്ചാൽ മാത്രം മതി. അത് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എയർ ബാഗ് ഓഫ് ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എൻജിൻ റൂം ഒന്ന് കാണാം. ഏതായാലും ഈ വാഹനത്തിൻ്റെ എൻജിൻ കുറച്ച് നേരമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഹൈഡ്രോളിക് സ്ട്രട്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും എൻജിൻ വൈബ്രേഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ അറിയാൻ സാധിക്കും. ഒരു രീതിക്കുള്ള എൻജിൻ വൈബ്രേഷൻസോ കാര്യങ്ങളോ നമുക്കിവിടെ ഫീൽ ചെയ്തില്ല. വേറൊന്നും കൊണ്ടല്ല, ഇതൊരു 4 സിലിണ്ടറാണ്. അതായത് 1.3 ലിറ്റർ 4 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഞാൻ ഏതായാലും എഞ്ചിൻ ഒന്ന് ഓഫ് ചെയ്യട്ടെ. 3 എഞ്ചിൻ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. നിലവിൽ ഇപ്പം 2 എഞ്ചിൻ ഓപ്ഷൻ മാത്രം പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ള ഒരു 1.3 ലിറ്റർ ടെർബോ ചാർജ്ഡ് 4 സിലിണ്ടർ എഞ്ചിനും 1 ലിറ്റർ ടെർബോ ചാർജ്ഡ് 3 സിലിണ്ടർ എഞ്ചിനുമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു 1.8 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും കൂടെ വരാൻ പോകുന്നുണ്ട്. അതാണ് ഹൈബ്രിഡ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഈ ഒരു എഞ്ചിൻ വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് പവർഫുൾ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു 1.3 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിൻ തന്നെയാണ് ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ള ഈ ഒരു മോഡൽ തന്നെയാണ്. ഇത് 2 വേരിയൻസിൽ അവൈലബിൾ ആണ്. ഒരു മാനുവൽ 6 സ്പീഡ് ട്രാൻസ്മിഷനിലും അതുപോലെ തന്നെ ഒരു DCT 6 സ്പീഡ് ട്രാൻസ്മിഷനിലും. DCT 6 സ്പീഡ് ട്രാൻസ്മിഷനിലാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. നോർമൽ DCT വാഹനങ്ങൾ പോലെയല്ല, ഇതിൽ DCT വെറ്റ് ക്ലച്ചാണ് വരുന്നത്. അപ്പോൾ വെറ്റ് ക്ലച്ച് വരുന്നതിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം വെറ്റ് ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയർ ആൻഡ് ടയർ വളരെ കുറവായിരിക്കും. ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 ലിറ്റർ 3 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് എഞ്ചിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 100 PS പവറും 160 Nm ടോർക്കുമാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന 1.3 ലിറ്റർ 4 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ്റെ 160 PS പവർ 280 Nm ടോർക്കുമാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഗ്യാസ് സ്ട്രട്സ് വരുന്നതുകൊണ്ട് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിത് തുറക്കാനും നമുക്ക് പഴയതുപോലെ സ്റ്റിക്കൊക്കെ എടുത്ത് വെക്കാൻ അല്ലെങ്കിൽ സ്റ്റാൻഡ് എടുത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും വളരെ സിമ്പിളാണ്. ഇത്രയുള്ള പരിപാടി. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കീ ഫോബ് എന്ന് കാണാം. കീ ഫോബിന് പ്രത്യേകിച്ച് മാറ്റം ഒന്നും തന്നെ ഇല്ലെന്ന് നമുക്ക് പറയാം. കാരണം നമ്മുടെ ഡ്രൈവറിൻ്റെ ഒക്കെ സെയിം മോഡൽ തന്നെയാണ് വരുന്നത്. അതായത് ലോക്ക്, അൺലോക്ക്, അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ, ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കീ ഫോബിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലത്തെ കവർ നമുക്ക് അഴിക്കാൻ സാധിക്കും. പുതിയ റെനോയുടെ ലോഗോയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അഴിക്കാൻ വളരെ സിമ്പിളാണ്. ഈ ഒരു പോർഷൻ മാത്രം നിങ്ങൾ നോക്കുക. നേരെ ബാക്കിൽ നിന്നൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവനെ ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ ഒരു കീ നമുക്ക് കാണാൻ സാധിക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഒരു കീ ഫോബിന് കംപ്ലൈൻറ്റ് വരികയോ ബാറ്ററി ഡൗൺ ആകുകയോ അൺലോക്ക് ചെയ്യാനോ സാധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കീ യൂസ് ചെയ്ത് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന കവർ അഴിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ തൊട്ട് താഴെയായിട്ട് ഒരു ഗ്രൂ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൂവിൽ കയറ്റി കഴിഞ്ഞാൽ ഈ ഒരു ക്യാപ്പ് ഊരിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഊരിയെടുത്ത് നമുക്കിവനെ ഡോർ ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡോർ ഹാൻഡിൽസിൽ നമുക്കൊരു റിക്വസ്റ്റ് സ്വിച്ച് മിസ്സിംഗ് ആണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് റിക്വസ്റ്റ് സ്വിച്ച് കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കീ ഫോബ് ഉള്ളതുകൊണ്ടാണ് കൊടുക്കാത്തത്. അതായത് ഈ കീ ഫോബ് ഞാനിപ്പോൾ പോക്കറ്റിലിട്ടു. ഇട്ടതിന് ശേഷം ഞാൻ നടക്കുകയാണ്. ഇപ്പം ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു അപ്രോച്ച് ഏരിയയിൽ നിന്നും പുറത്തോട്ട് പോയി കഴിയുമ്പോൾ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായിരിക്കുകയാണ്. ഇനി ഞാൻ എപ്പോഴാണ് ഈ വാഹനത്തിൻ്റെ അടുത്തോട്ട് പോരുന്നത് ആ സമയം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അൺലോക്ക് ആകുന്നതായിരിക്കും. അൺലോക്കായി. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഈ ഒരു കീ ഫോബിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഈ വാഹനത്തിൻ്റെ അടുത്തോട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് ഒന്ന് കത്തിക്കണമെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് ലൈറ്റ് ഇപ്പം ഓണാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റ് ഓഫ് പൊസിഷനാണ്. അതുപോലെ തന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വാഹനം ലോക്കാക്കിയിട്ടിരിക്കുകയാണ്. അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 4 പവർ വിൻഡോസും താഴോട്ടാക്കാൻ സാധിക്കും. അതുമാത്രമല്ല ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സൺ റൂഫും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കിട്ടുന്നു. അങ്ങനെ സൺ റൂഫും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ക്ലോസ് ചെയ്യാനാണെങ്കിൽ തന്നെ അതും എനിക്ക് ഈ റിമോട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ശ്രദ്ധിച്ചോണം. സൺ റൂഫും ക്ലോസ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ഗ്ലാസ്സുകളും ക്ലോസ്ഡ് ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു ഫീച്ചർ? ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്ക്. അങ്ങനെ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവും കൂടെ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്കിവിടെ ഒരു മാനുവൽ ട്രാൻസ്മിഷനാണ് കിട്ടുന്നത്. അപ്പോൾ മാനുവൽ ആയതുകൊണ്ട് തന്നെ 6 സ്പീഡാണ്. റിവേഴ്സ് വരുന്നത് മേളിലോട്ടാണ്. നമുക്കിവിടെ ഒരു റിയർ വ്യൂ കാണാൻ സാധിക്കും. ഒരു ഓക്കെ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ബാക്ക് സൈഡും 360 ഡിഗ്രി കാണാൻ സാധിക്കും. ഏതായാലും നമുക്കൊരു ഡ്രൈവ് പോകാം. ഇനി നമുക്കൊരു സസ്പെൻഷൻ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ സ്ഥിരം റോഡ് തന്നെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും എങ്ങനെയുണ്ടെന്നുള്ള ഈ വാഹനത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്. ഏതായാലും ഓവറോൾ നമുക്കിതൊരു ടെർബോ വാഹനമാണെന്നറിയാം. ടെർബോ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ വേണമെന്നുണ്ടെങ്കിൽ
അത്യാവശ്യം ഒരു 2000 RPM മുകളിലോട്ട് കയറണം. 2000 മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഫീല് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. 1 ലിറ്റർ ഓടിക്കാൻ സാധിച്ചിട്ടില്ല, 1 ലിറ്ററും കൂടെ ഓടിച്ച് നോക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഏതായാലും വന്നാൽ ഉടനെ ഓടിക്കുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും നമ്മുടെ സ്ഥിരം ഒന്ന് കയറ്റം ഒന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മുടെ സ്ഥിരം കയറ്റം ഒന്ന് കയറി നോക്കി നമുക്ക് ഇതിന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആണോ ഹിൽ ഹോൾഡ് കൺട്രോൾ ആണോ എന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഏതായാലും നമ്മുടെ സ്ഥിരം കയറ്റവും നമ്മൾ കയറുകയാണ്. നമ്മളൊന്ന് ബ്രേക്ക് ചെയ്തു. 1 2 3 പോരുകയാണ്. അപ്പോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. യെസ്, അപ്പോൾ ചെറിയൊരു വഴിയാണ്. നമ്മുടെ സ്ഥിരം സസ്പെൻഷൻ നോക്കുന്ന സൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു മോശപ്പെട്ട വഴിയിലൊന്ന് പോയി നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും എങ്ങനെയുണ്ട് ഈ വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ഔട്ട്പുട്ട് എന്നുള്ള കൃത്യമായിട്ട് അറിയാം. അപ്പം നമ്മളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വഴിയിലോട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ഇവിടുന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇതിൽ ക്രൂയിസ് കൺട്രോൾ നമുക്ക് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് ക്രൂയിസ് കൺട്രോളും വരുന്നുണ്ട്, സ്പീഡ് ലിമിറ്ററും വരുന്നുണ്ട്. അതായത് ക്രൂയിസ് കൺട്രോളിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന സ്പീഡ്, എന്നാൽ സ്പീഡ് ലിമിറ്ററിൽ നമ്മളൊരു സ്പീഡ് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു സ്പീഡിൻ്റെ മേളിലോട്ട് എത്ര ആക്സലറേറ്റ് ചെയ്താലും പോകുന്നതായിരിക്കത്തില്ല. നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ മാപ്പിൻ്റെ ഒരു പൊസിഷൻ നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ മീറ്ററിൽ കാണിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലോട്ട് നോക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ് പറയാം, വലിയ ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്നാലും ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തോന്നുന്നു എന്ന് പറയാൻ സാധിക്കും. പ്രാക്ടിക്കലി ആവശ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ. നമുക്ക് ഏതായാലും നല്ലൊരു വഴിയൊന്ന് പോയി കുറച്ചൊന്ന് ഗട്ടർ റോഡ്സും നല്ല റോഡിലും ഒന്ന് പിടിച്ചു നോക്കാം. അങ്ങനെ നമുക്ക് നല്ലൊരു മോശപ്പെട്ട വഴി ഒന്ന് ഓടിച്ചു നോക്കാം. ഏതായാലും ഇവിടെയൊക്കെ നമുക്ക് ഒന്നും തന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു വാസ്തവം എന്ന് പറയുന്നത്. കാരണം 212 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ ഇതുപോലെയൊക്കെ കുഴിയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്കത് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ അങ്ങ് പോവാം. ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പം നമ്മളിപ്പം ഇതിലെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇൻഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നമുക്കിവിടെ സൈഡൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സെൻസേഴ്സ്. അതായത് ഞാൻ പറഞ്ഞതുപോലെ 6 സെൻസേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഓഫ് റോഡൊക്കെ കയറുകയാണെങ്കിലും ഏതെങ്കിലും പോർഷൻസിലൊക്കെ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇതുപോലെ നല്ല കുഴിയൊക്കെ ഇവിടെ ഉണ്ട്. കുഴിയിലോട്ടൊക്കെ വളരെ സിമ്പിളായിട്ട് കണ്ടോ ഇറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പം നമുക്ക് സൈഡിലത്തെ സെൻസേഴ്സൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ സൈഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്മൂത്താന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു സ്റ്റിഫർ സൈഡ് ഉണ്ട്. അത് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ഓഫ് റോഡിങ് പർപ്പസും ഒക്കെ കൂടെ വരുന്നുള്ളതുകൊണ്ട് ഒരിക്കലും ഇതിനെ ഒത്തിരി സോഫ്റ്റ് ആക്കാനും പറ്റത്തില്ല. അപ്പോൾ ഒരു മിഡ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും വലിയ രീതിക്കുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ഞാനൊരു 30 കിലോമീറ്റർ സ്പീഡിലാണ് ഈ ഒരു റോഡിൽ പൊക്കോണ്ടിരിക്കുന്നത്. കൊള്ളാം, സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഏതായാലും ഓവറോൾ അടിപൊളിയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതിന് ഡിപ്പാച്ചർ ആംഗിളും അപ്രോച്ച് ആംഗിളും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കുത്തനെയുള്ളൊരു കയറ്റമൊക്കെ നിന്ന് കയറാനും ഒരു ബാക്ക് ഇറക്കാനോ ഒന്നും വലിയ പ്രശ്നം വരുന്നില്ല. ഈ വാഹനം ഓവറോൾ ഡ്രൈവ് എക്സ്പീരിയൻസ് അടിപൊളി തന്നെയാണ് കേട്ടോ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കണം, ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. കാരണം ഇപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഡ്രൈവ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് റെനോ ഷോറൂമിലെ ഒരു നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളൂ. അപ്പം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ്, അതായത് ഈ വാഹനത്തിൻ്റെ വേരിയൻസും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ലോട്ട് എത്രയും നേരത്തെ ബുക്ക് ചെയ്തോളൂ, വെറുതെ ലേറ്റ് ആകണ്ട.